തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കും എന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു. ഒരു തർക്കങ്ങളും ഇല്ലാതെയാണ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുന്നത്. സീറ്റുകൾ വച്ചുമാറുന്ന നീക്കുപോക്ക് ചർച്ചകളിലും പ്രശ്നങ്ങളില്ല. കേരള കോൺഗ്രസ് ഉയർത്തിയ ജനകീയ വിഷയങ്ങളിൽ ഉണ്ടായ പരിഹാരം വോട്ടായി മാറുമെന്നും ജോസ് കെ മാണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എങ്ങനെയാണ് LDFന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടുണ്ടോ? ഇവിടെ ഏതാണ്ട് 75% തൊട്ട് 80% വരെ ഉള്ള നീക്കുപോക്കുകൾ എല്ലാ ജില്ലകളും നടത്തിയിട്ടുണ്ട്. അവസാന ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ നീക്കുപോക്കിലേക്കാണ് പോകുന്നത്. ഏതാനും ദിവസങ്ങൾ പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. ചില സ്ഥലങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊതുവേ പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഈ കഴിഞ്ഞ തവണ LDFിലേക്ക് വന്ന സമയമായിരുന്നു, അങ്ങ് തന്നെ പറഞ്ഞിരുന്നു ചില സീറ്റുകളൊക്കെ മത്സരിക്കേണ്ടി വന്നു, നീക്കുപോക്കുകൾ ഇത്തവണ ഉണ്ടാകും. അത്തരം ചർച്ചകൾക്ക് പൂർണ്ണ അർത്ഥത്തിലേക്ക് വന്നിട്ടുണ്ടോ? അല്ല, ആ നീക്കുപോക്കുകൾ നമുക്കറിയാം. അഡീഷണൽ സീറ്റുകൾ എത്രയോ സ്ഥലത്ത് വന്നു, അത്രയോ പഞ്ചായത്തുള്ളത് മിക്കവാറും ഉള്ള നമുക്ക് സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയൊരു സൗഹാർദ്ദത്തിൽ തന്നെയാണ്. എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിമാരെ MLA ഓരോ ജില്ലയിൽ കൊടുത്തിട്ടുണ്ട്. അവർ അവിടെയുള്ള നേതാക്കന്മാർ, ജില്ലയിലുള്ള LDFന്റെ നേതാക്കന്മാർ, CPM CPI ഒക്കെ ഉണ്ട്, അവരുമായി ചർച്ച ചെയ്ത് പരിഹരിച്ചു മുന്നോട്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നുവരവ് തദ്ദേശത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും വലിയ ഗുണം ചെയ്തു എന്നാണ് LDFന്റെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ഇത്തവണ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നത്? അല്ല, അതിനകത്ത് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ കേരള കോൺഗ്രസ് വന്നു, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി എന്ന് മാത്രമല്ല, നമ്മുടെ ജനവിഭാഗങ്ങൾക്ക് ഉള്ള വിഷയങ്ങൾ അതിനകത്ത് ഇടപെടുവാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ആദ്യത്തെ ചോദ്യം. ഇടപെട്ടാൽ മാത്രം പോരാ, അതിന് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കുമ്പോൾ ചിലത് പരിമിതികൾ ഉണ്ടാകാം, നിയമ ഭേദഗതി കേന്ദ്രത്തിൻ്റെ ഉണ്ടാകാം. എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അതിനകത്തുള്ള പരിഹാരങ്ങളെല്ലാം നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വന്യമൃഗത്തിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ ഒരു വിവാദമായ ഒരു കാര്യം, ഇങ്ങനെ വനഭേദഗതി നിയമം വന്നു, നമ്മൾ ഇടപെട്ടു. അത് ഏറ്റവും കൂടുതൽ ദോഷകരമാണ്, അത് മാറ്റിവെക്കണം. അത് മാറ്റി നമ്മൾ ഇപ്പോൾ ഒരു വിഷയം, ഇതിപ്പോൾ തെരുവുനായുടെ വിഷയം, അത് ഏറ്റവും ആദ്യമേ പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. എന്താണ് അതിന് എടുക്കേണ്ട തീരുമാനം എന്നോടുകൂടെ നമ്മൾ പറഞ്ഞു. അത് നമ്മളെ മുഖ്യമന്ത്രിയുടെ അടുത്തും MPമാരുടെ കോൺഫറൻസിലും നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു വർഷക്കാലം മുമ്പ് അത്രയും ഗൗരവമായിട്ട് കണ്ടില്ലെങ്കിലും അന്നേ നമ്മൾ എടുത്തു പറഞ്ഞതാണ് ഇതൊക്കെ ഒരു വിഷയമായി മാറുമെന്നുള്ളത്. അപ്പം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി അതിന് മറുപടി കൊടുത്ത് ഉടനടി നടപടി എടുക്കണം. ഇന്ന് ഞാൻ അത് മീഡിയയ്ക്കകത്തും കൊടുത്തു. അത് കേരള സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകണം. അപ്പോൾ റബ്ബറിൻ്റെ വിഷയം 180 നിന്ന് 200 ആക്കി. അപ്പോൾ ഇതൊക്കെ തീർച്ചയായും ആ വിഷയങ്ങൾ ഇടപെട്ട് പരിഹാരത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണല്ലോ അത് തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് ഇന്ന് രാവിലെ കുറേ പേര് വന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് പോയി. ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നതും മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് ഇവിടുത്തെ പാലാ മുനിസിപ്പാലിറ്റിയിലെ. അവരും ഒരു പറ്റം ആൾക്കാരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സുഹൃത്തുക്കളും ഇന്ന് മെമ്പർഷിപ്പ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്ന് 100% ഉണ്ടാക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും.